ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ പ്രൊജക്റ്റിലേക്കാണ് കിടക്കുന്നത്. ആദ്യത്തെ പ്രൊജക്റ്റ് നമ്മളൊരു ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ കഴിഞ്ഞ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു വെതർ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോഗ് സൈറ്റാണ്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഇമേജ് അല്ലെങ്കിൽ ന്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈറ്റുകളെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലോഗ് സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒന്നുകൂടി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് ഈ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ വെർച്വൽ എൻവയോൺമെൻറ്റ് ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. എന്തിനാണ് വെർച്വൽ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്കിവിടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജാങ്കോ അഡ്മിൻ, അതിനുശേഷം സ്റ്റാർട്ട് പ്രൊജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പ്രൊജക്റ്റിൻ്റെ പേര് ബ്ലോഗ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇനി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യണം, ആ പ്രൊജക്റ്റിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ CD എന്നിട്ടതിന് ശേഷം നമ്മൾ ബ്ലോഗ് എന്ന് കൊടുത്തു, ചേഞ്ച് ഡയറക്ടറി. ഇനി അതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്കിതിലേക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ആപ്പ് എന്നിട്ടതിന് ശേഷം ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ആപ്പിൻ്റെ പേര് ഞാൻ ആപ്പ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബ്ലോഗ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ ആപ്പ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു URL ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ urls.py എന്ന് ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ നമുക്ക് വ്യൂവിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വ്യൂവിൽ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്, നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ഡിഫ് എന്ന് കൊടുത്തു, ഇൻഡെക്സ്, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് എന്ന് ചേർത്തു, ഒരു കോളൻ ഇട്ടു. ഇനി ഇവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം റെൻഡർ, അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് എഴുതി ഒരു കോമയുടെ ഡബിൾ കൊട്ടേഷനുള്ളിൽ index.html. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറിൻ്റെ പേര് ഞാൻ ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫയലിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, index.html എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായിട്ടുള്ള ഇൻഡെക്സ് പേജുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഈ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ ഡയറക്ടറി എന്നുള്ളിടത്ത് ആ ടെംപ്ലേറ്റ്സിൻ്റെ പേര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഡീപ്പായിട്ട് കിടക്കണില്ല. ഇനി നേരെ എന്ത് ചെയ്യാം, URL പോവുക. URLൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് URLൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇവിടെ വന്ന് ഫ്രം, അതിനുശേഷം ജാങ്കോ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് .urls എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട് പാത്ത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് വ്യൂസ് ഇമ്പോർട്ട് വ്യൂസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഡോട്ട് എന്ന് പറയുന്നത് സെയിം ഡയറക്ടറി അല്ലെങ്കിൽ സെയിം ഫോൾഡർ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് URL പാറ്റേൺസ് എന്നെഴുതി, അതിനുശേഷം എന്ത് ചെയ്യുക, ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പാത്ത് എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വ്യൂസ്.ഇൻഡെക്സ്, അതായത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഡിവിനെയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനൊരു നെയിം കൊടുക്കാം. നെയിം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ URLലേക്ക് പോവാം. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കോമട്ടതിന് ശേഷം ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പാത്ത്
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇൻക്ലൂഡ് എന്ന് എഴുതാം. ഇൻക്ലൂഡ് അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ആദ്യം നമ്മൾ ആപ്പിൻ്റെ പേര് എന്നിട്ട് URLs എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊജക്റ്റ് ഇതുവരെ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ആപ്പ് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാത്ത മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ റീലോഡ് ചെയ്തു. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് മോഡൽസ് ആണ് ചെയ്യുന്നത്. മോഡൽസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് മോഡൽസിൻ്റെ പേര് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ക്ലാസ് വെച്ചിട്ടാണ്. ക്ലാസ് മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്നാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ മോഡൽസ് എന്ന് ചേർത്തു. ഡോട്ട് മോഡൽ എന്ന് ചേർത്ത് കൊടുക്കുക, ഒരു കോളൻ ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണോ അത് ചേർക്കാം. ആദ്യം നമുക്ക് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് എന്നാണ് ചേർത്ത് കൊടുത്തത്. ക്യാരക്ടറുകളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് ക്യാർ ഫീൽഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത് എന്നുള്ളത് നമ്മൾ 100 ക്യാരക്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തതായി. അടുത്തത് ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു മോഡൽസ് ഡോട്ട്, അത് നമ്മളിവിടെ വന്ന് ടെക്സ്റ്റ് ഫീൽഡാണ്. അതായത് ഒന്നിലധികം ലൈൻസിൽ ഡാറ്റാസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഫീൽഡ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡേറ്റുകളൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇമേജ് എന്നാണ് കൊടുക്കുന്നത്. ഇമേജ് എന്ന് ചേർത്തു. ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതൊരു ഫോൾഡറിലേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ടു എന്നിട്ടതിന് ശേഷം ഏത് ഫോൾഡറിലേക്കാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ടത്, ആ ഫോൾഡറിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ആ ഫോൾഡർ ഇതിലില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഈ പ്രൊജക്റ്റ് റൺ ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആ ടൈം നമുക്കിവിടെ വേണം. അപ്പോൾ ഇവിടെ വന്ന് ക്രിയേറ്റഡ് അറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഏത് സമയത്താണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അതാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ഡേറ്റ് ആൻഡ് ടൈം, മോഡൽ ഡോട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡ്. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് സെയിം ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോ നൗ ആഡ് എന്നിട്ടതിന് ശേഷം നമുക്ക് ട്രൂ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറണ്ടിൽ ഇപ്പോൾ ഏതാണോ ടൈം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് ചെയ്യും, അതവിടെ ആഡായി വരും. ഇനി അപ്ഡേറ്റഡ് അറ്റ്, ഇതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അത് ചേർത്ത് കൊടുക്കാനാണ് അപ്ഡേറ്റഡ് അറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു സെയിം ഇതേ രൂപത്തിൽ തന്നെ ചേർക്കാം. മോഡൽസ് ഡോട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡ് എന്നിട്ട് ഓട്ടോ നൗ എന്നിട്ടതിന് ശേഷം അത് നമ്മളിവിടെ ട്രൂ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ഇതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡിഫ് എന്നിട്ടതിന് ശേഷം സ്ട്രിങ് എന്ന് ചേർത്തു. ഇനി സ്ട്രിങ് സെൽഫ് എന്നിട്ടു. ഇനി ഇവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം നമ്മളിവിടെ വന്ന് സെൽഫ് എന്നിട്ടതിന് ശേഷം നമ്മൾ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമുക്ക് മോഡൽസ്, അതായത് നമ്മുടെ ഡാറ്റാബേസ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പേജിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഇമാജിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ പിലോ എന്നുള്ളൊരു പാക്കേജ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ പിലോ എന്നുള്ള പാക്കേജ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്ത അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്കിവിടെ എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പിപ്പ് ഇൻസ്റ്റാൾ എന്നിട്ടതിന് ശേഷം നമ്മൾ പിലോ എന്ന് ചേർത്ത് കൊടുക്കുക. അത് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട എററുകളൊക്കെ എന്ത് ചെയ്യും, ഇവിടുന്ന് കറക്റ്റ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ഈ ഡാറ്റാബേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൽ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുത്താൽ അത് നമ്മളെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത SQLite എന്നുള്ള ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ആ ടേബിളുകളൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പല ടേബിളുകളും ഇതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മളെ അഡ്മിൻ എന്ന പേജിലേക്ക് പോവാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അഡ്മിൻ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ മോഡലിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽ ഇമ്പോർട്ട്, അതിനുശേഷം നമ്മൾ ആ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്തു. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ, അത് ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അഡ്മിൻ പേജിലേക്ക് എന്ത് ചെയ്തു, അതായത് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ മോഡലിനെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ചേർത്ത് കൊടുത്തു. യൂസറുടെ പേര് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് എന്നുള്ളത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് admin@gmail.com എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാസ്വേഡ് 123 എന്ന് കൊടുക്കുന്നുണ്ട്. എഗെയിൻ അതേ പാസ്വേഡ് തന്നെ കൊടുത്തു. പാസ്വേഡ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ y എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളെ എന്ത് ചെയ്തു, സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, റൺ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് അഡ്മിൻ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണോ അതിൽ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ അഡ്മിൻ്റെ പേര് കൊടുത്തു, പാസ്വേഡ് ചേർത്ത് കൊടുത്തു, ലോഗിൻ ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോം എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫോംസ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോംസ് ഡോട്ട് py എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഫോംസിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫോംസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആദ്യം തന്നെ സാധാരണ ചിഹ്ന രൂപത്തിൽ തന്നെ ഫ്രം ജാങ്കോ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് ഫോംസ് എന്ന് ചേർത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോഡലിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രം ഡോട്ട് മോഡൽ, അതിനുശേഷം ഇമ്പോർട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് അതിൻ്റെ പേര് നമ്മൾ പ്രോഡക്റ്റ് ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റ് ഫോം. അതിനുശേഷം നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഫോംസ് ഡോട്ട്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് മോഡൽ ഫോം എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു എഗെയിൻ ഒരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൻ്റെ പേരാണ് മെറ്റ. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും നമുക്ക് വരും. അതായത് നമ്മൾ കോഡൊന്നും എഴുതാതെ തന്നെ നമുക്ക് പല ഫോമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ മെറ്റ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റ എന്നെഴുതിയതിന് ശേഷം നമ്മൾ മോഡൽ, ഏത് മോഡലിനെയാണോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോഡൽ എന്നുള്ളത് പ്രോഡക്റ്റാണ്. അതിനുശേഷം അതിൽ ഏതൊക്കെ ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫീൽഡ് എന്നെഴുതിയതിന് ശേഷം ഫീൽഡ്സ് എന്നെഴുതിയതിന് ശേഷം നമുക്കൊരു ലിസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയാണോ നമുക്കവിടെ ഫോമിൻ്റെ ഉള്ളിൽ വേണ്ടത് അത് ചേർക്കുക. അതിന് നെയിം കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡിസ്ക്രിപ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇമേജ് എന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ഫീൽഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ വന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഇതിൽ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തണം.
ഇപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ മീഡിയ അതേപോലെ ഇമേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെറ്റിങ്സിൽ ഇപ്പോൾ കൊടുത്തതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിക്കിൻ്റെ താഴെയായിട്ട് നമ്മൾ മീഡിയ URL എന്ന് പറഞ്ഞ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. മീഡിയ _ അതിനുശേഷം URL എന്നിട്ട് അതിന് ശേഷം ഈക്വൽ ടു എന്നിട്ട് ഒരു സിംഗിൾ കൊട്ടേഷൻ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് മീഡിയ എന്നെഴുതി അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം മീഡിയ റൂട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം. മീഡിയ റൂട്ട് എന്നിട്ട് ഈക്വൽ ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ഡയറക്ടറി എന്നിട്ട് അതിന് ശേഷം ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മീഡിയ എന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മാത്രം പോരാ, നമ്മുടെ മെയിൻ പേജിൻ്റെ URLൻ്റെ ഉള്ളിൽ, നമ്മളെ മെയിൻ പേജ് ക്രിയേറ്റ് ചെയ്ത URLൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി അഡീഷണലായിട്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു പ്ലസ് എന്നിടുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ വന്ന് ഫ്രം ജാങ്കോ, അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺഫിഗറേഷൻ എന്നതിൻ്റെ ഷോർട്ടാണ് കോൺഫ് എന്നിട്ടു ഇമ്പോർട്ട് സെറ്റിങ്സ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെറ്റിങ്സ് എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രം ജാങ്കോ ഡോട്ട് അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺഫിഗറേഷൻ എന്നിട്ട് URLs ഡോട്ട് സ്റ്റാറ്റിക് എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട് സ്റ്റാറ്റിക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാറ്റിക്കാണ് നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് എന്നിട്ട് ഇവിടെ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് മീഡിയ URL, നേരത്തെ നമ്മൾ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയ URL എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് റൂട്ട് എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു _ എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു അഗെയിൻ സെറ്റിങ്സ് ഡോട്ട് മീഡിയ റൂട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. മീഡിയ _ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് URLൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത ഫോമിനെ നമുക്ക് മെയിൻ പേജിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വ്യൂസ് എടുത്തു, ഇതിലേക്ക് ആ ഫോമിനെ നമുക്കിതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഫ്രം ഡോട്ട് ഫോം ഇമ്പോർട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് ഫോം. ഇനി എന്ത് ചെയ്യാം, അപ്പോൾ ഫോം എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ഫോം എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്നൊരു കണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം ഡാറ്റാസിനെ നമ്മൾ ടെംപ്ലേറ്റ്സിലേക്ക് വിടുമ്പോഴാണ് നമ്മൾ കണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. ഫോം എന്നിട്ട് ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് എഗെയിൻ ആ മുകളിൽ കൊടുത്ത ആ ഫോം തന്നെ നമ്മളിവിടെ ചേർത്തു, ഫോം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആ കണ്ടെക്സ്റ്റ് ജസ്റ്റ് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ്സിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് കണ്ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് നമ്മൾ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ആ ഫോം എന്ന് മാത്രം ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് ആ പ്രൊജക്റ്റ് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത ഫോം ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് പല ടോപ്പിക്കുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.